ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് ബില്ലിയൻപാറയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഹോസ്റ്റൽ ഫീസും സ്കോളർഷിപ്പും അവിടുത്തെ റിപ്പീറ്റർ പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നൊരു കമൻറ്റാണ് ഡോപ്പേനെ പറ്റിയിട്ട് പറയൂ എന്നുള്ളത്. ഡോപ്പേ എന്ന് പറയുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുമെന്ന് കുറേ പേര് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡോപ്പേനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. അപ്പോൾ ഗൈസ്, ഡോപ്പയുടെ സെൻറ്റേഴ്സ് വരുന്നത് കോഴിക്കോടും കോട്ടയ്ക്കലും തൃശ്ശൂരുമായിട്ടാണ് കേട്ടോ. അവർക്ക് ബേസിക്കലി 3 റിപ്പീറ്റർ പ്രോഗ്രാമാണുള്ളത്. റെസിഡൻഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാം ഉണ്ട്, ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ റെസിഡൻഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാമും ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമും നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഓഫ്ലൈൻ തന്നെയാണ്. ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ റെസിഡൻഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാം ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11ൽ 90% ആൻഡ് എബവ് മാർക്സ് വേണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സസ് ടാബ് ഓറിയൻറ്റഡ് ആയിരിക്കും, അപ്പോൾ ടാബ് മസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബോയ്സ് ഓൺലി ഗേൾസ് ഓൺലി ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റെസിഡൻഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാം നടക്കുന്നത് കോഴിക്കോട് അവരുടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ വെച്ചിട്ടാണ്. അതായത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള അവരുടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ വെച്ചിട്ടാണ്. നിങ്ങളുടെ ഹോസ്റ്റലും അതുപോലെ തന്നെ ക്യാമ്പസും ഒരേ കോമ്പൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലോട്ട് പോകാനായിട്ട് ഒരു ടൈം വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഇത്തിരി മാറിയിട്ടായിരിക്കും. ട്രാവലിംഗ് ഫെസിലിറ്റീസും അവർ തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് റിപ്പീറ്റർ പ്രോഗ്രാം ചൂസ് ചെയ്താലും, അതായത് റെസിഡൻഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാമോ ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമോ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമോ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡോപ്പയുടെ ആപ്പിൻ്റെ ആക്സസ് കിട്ടും. അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസും ഡോപ്പയുടെ മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കോസിൻ്റെ മെൻറ്റർഷിപ്പും കിട്ടുന്നതായിരിക്കും കേട്ടോ. ശരിക്കും ഈ ഡോപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്, മെഡിക്കോസിൻ്റെ മെൻറ്റർഷിപ്പ്. ഈ ഡോപ്പയുടെ ഒരു അടിത്തറയെന്ന് പറയുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് കേട്ടോ. അവരാണ് ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്ത ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്ററിൻ്റെയോ റിപ്പീറ്ററിൻ്റെയോ സൂപ്പർ റിപ്പീറ്ററിൻ്റെയോ ആ ഒരു മാനസികാവസ്ഥ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലുള്ളൊരു മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി ഇതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റർ പ്രോഗ്രാം ആയിരിക്കും ഇപ്പോൾ നിങ്ങളിതിൽ ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും. അത് ശരിക്കും ഇപ്പം എനിക്കിപ്പോൾ കുറേ കൊച്ചുങ്ങളെ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് കഴിഞ്ഞ് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതിലൂടെ ഒരു വട്ടം കടന്നു പോയ ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങളെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ പേര് സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്കോളർഷിപ്പ് വരുന്നത് നീറ്റിൻ്റെ മാർക്സിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ നിങ്ങളുടെ 11ൻ്റെ മാർക്സിൻ്റെ ബേസിസിലുമാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും നീറ്റ് കഴിയാത്ത സ്ഥിതിക്ക് നമുക്ക് അത് പറയണ്ട. 11ൽ നിങ്ങൾക്ക് 90% ആൻഡ് എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരു നമ്പർ പിൻ ചെയ്തേക്കാം കേട്ടോ. ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് മോഡാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അവരോട് പറയുക. അതായത് ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ആണോ, റെസിഡൻഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാം ആണോ, അതുപോലെ തന്നെ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് പറയുക. നിങ്ങളുടെ 11ൻ്റെ മാർക്സ് പറയുക. അപ്പോൾ 90% ആൻഡ് എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്കോളർഷിപ്പ് കിട്ടും. ആ സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങളുടെ ഫീസിൽ നിന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കോൾ തരുന്നതായിരിക്കും. പിന്നെ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കോ മെൻറ്ററിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ടാവും. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ടാവും കേട്ടോ. അപ്പോൾ May 18th ക്ലാസ്സസ് സ്റ്റാർട്ടാവുന്നത്. പിന്നെ കുറച്ച് പേര് അവിടുത്തെ ക്ലാസ് റൂംസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് റൂംസ് ഒക്കെ AC ആണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും May 18th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കമൻറ്റ് സെക്ഷനിലെ നമ്പർ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ശരിയാടാ, ടാറ്റാ.